ആ ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അല്ല, ഒരാള് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്താ അമ്മയുടെ ഉദ്ദേശം? എന്റെ ഉദ്ദേശമോ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അതാ ഇപ്പോഴത്തെ ഉദ്ദേശം. ദേമേ, വെറുതെ മനുഷ്യരെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിക്കേണ്ടതും നിന്നെയൊക്കെ ഈ റൂമിൽ നിറക്കി വിടേണ്ടത് ഞാനല്ലേ? അല്ലേ, സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പോയ എന്റെ അടുത്തേക്ക് വന്ന് ഉറക്കം കെടുത്തിട്ട് എന്നോട് ചൂടാവുന്നോ? അത് ശരിയാ. മറ്റുള്ളവരുടെ എല്ലാം ഉറക്കം കെടുത്തിയിട്ട് അമ്മയ്ക്ക് മാത്രം സ്വസ്ഥമായിട്ട് ഉറങ്ങണം. എന്തൊരു ദുഷ്ട മനസ്സാ അമ്മയുടേത്. അതേടാ, എന്റേത് ദുഷ്ട മനസ്സ് തന്നെയാ. അതുകൊണ്ടാ നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത്. വളർത്തിയതിന്റെ വലുതാക്കിയതിന്റെ ഒന്നും കണക്കമ്മ പറയണ്ട. എല്ലാം ചെയ്തിട്ട് പഠിക്കൊണ്ട് കല ഉടച്ച പോലെ ആയില്ല ഇപ്പൊ. ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറയണം. അല്ലാതെ പാതി ഇങ്ങനെ മനസ്സിൽ വെച്ച് സംസാരിച്ചാ അത് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. തെളിച്ചു പറയാം. അമ്മ എന്തിനാ പാവം എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അതോ ഏട്ടനെ പൂർണ്ണമായിട്ട് ഈ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമമാണോ? അവനെ ഇവിടെ ഒന്ന് അകറ്റാൻ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യം മാത്രമാ. എന്ത് സത്യം? അച്ഛൻ പണ്ട് ഇന്ദ്രേട്ടൻ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ചോദിച്ചപ്പോ അത് മാത്രം സമ്മതിച്ചാ പോരെ? അല്ലാതെ അതിനിടെ വേറെ നാടകം എന്തിനാ? അല്ല, എന്താ ഒന്നും മിണ്ടാത്തത്? നാ ഇറങ്ങിപ്പോയോ? എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ എന്തിനാ പറയണ്ടേ? നിന്റെ തന്ത എന്ന് പറയുന്ന മനുഷ്യനെ പോലെ ഒരു പെരുങ്കള്ളനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് മുഴുവനും നുണകൾ മാത്രമാ. അപ്പൊ പിന്നെ അത് മാത്രം ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെ രണ്ട് മക്കളെ തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ അയാളെ കുറിച്ച് ഓർക്കാൻ ഒരു നല്ല നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാ അയാള് പറഞ്ഞതിൽ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അച്ഛന്റെ സ്വഭാവം എന്തോ ആവട്ടെ, പക്ഷെ ഇന്ദ്രേട്ടൻ മകനാണെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞതല്ലേ? ദേ സോനെ, നീ എന്നെ ഭരിക്കാനും പേടിപ്പിക്കാനും വരണ്ട. ഇന്ദ്രന്റെ തന്ത ആരാണെന്ന് പറയേണ്ടതേ അവന്റെ തള്ളയാ, അല്ല ഞാനല്ല. അവരാരാണെന്ന് എനിക്ക് അറിയേയില്ല. പിന്നെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവൻ പോയി കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് നേരിട്ട് ചോദിക്കട്ടെ അച്ഛൻ ആരാണെന്ന്. ഓ, അപ്പോ മനപ്പൂർവ്വം ഈ വീടിന്റെ സമാധാനം കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ? എനിക്കൊരു തീരുമാനവും ഇല്ല. പക്ഷെ എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട. ഇതേ എന്റെ വീടാ. എന്നെ അനുസരിച്ച് കഴിയുന്നവര് മാത്രം മതി ഇവിടെ. അല്ലാത്തത് ആരായാലും ഇവിടുന്ന് ഇറങ്ങണം. അതിപ്പോ ഞാൻ പ്രസവിച്ച മക്കളായാലും വളർത്തുമകനായാലും. എല്ലാവരും ഇറക്കി വിട്ടിട്ട് അമ്മ ഒറ്റയ്ക്ക് ഇവിടെ സൂക്ഷിച്ച് ജീവിച്ചോ? എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് നീ അയാളുടെ മകനാണെന്നോ. പക്ഷേ അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. നിന്റെ അച്ഛൻ ആരാണെന്ന കാര്യത്തിൽ എനിക്കും വ്യക്തതയില്ല. വാ തുറന്ന കള്ളം മാത്രം പറഞ്ഞിരുന്ന ആ മനുഷ്യന്റെ വാക്ക് വിശ്വസിച്ച് ഒരുറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല. നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു 51 മിനിറ്റും 48 സെക്കൻഡും. എങ്ങോട്ടാ? ഇനി ഞാൻ ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. കൂടെ നിന്ന് ചതിക്കുന്നവരാ ചുറ്റും. എങ്ങനെയെങ്കിലും ബോംബെയിൽ എത്തിക്കിട്ടിയാ അവിടെ നിന്ന് ഗൾഫിലേക്ക് കടത്തിവിടാൻ ആളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും ആളുണ്ടാവുമല്ലോ. ബോംബെയിലായാലും എന്ത് തോന്നിയാസം കാണിച്ചാലും ആരും അറിയാനും പോകുന്നില്ലല്ലോ. തോന്നിയതുപോലെ ജീവിക്കാൻ ശേഖരന് ഇവിടെയും പറ്റും. അത് മടുത്തിട്ടാ പോകുന്നത്. സുശീലെ, ഒറ്റ മാസം നീ പിള്ളേരെ നോക്കിയാ മതി.
അത് കഴിയുമ്പോ കാശിഞ്ഞോട്ട് അയക്കും. കടം വീട്ടാനുള്ളതും ജീവിക്കാനുള്ളതും. പിന്നെ ഉവ് വാക്കു പറഞ്ഞ പാലിക്കുന്ന ഒരാള്. എനിക്ക് നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വാസമില്ല. കൂടെ പൊറുക്കാൻ വേറെ ഏതെങ്കിലും ഒരുത്തി കിട്ടിക്കാണും. അങ്ങോട്ടുള്ള പോക്ക ഇത്. ദേ, പിള്ളേരുടെ മുന്നിൽ വെച്ച് തോന്നിയവാസം പറയരുത്. കുറെ കാലം ഞാനിത് സഹിക്കുന്നു. ഞാനും ദേ നിങ്ങളുടെ ഇറങ്ങി വന്നത് മുതൽ ഞാനും സഹിക്കുക. കള്ളുകുടിയും പെണ്ണുപിടിയും കാരണം നിങ്ങൾ ഇത്രയും കടക്കാരനായത്. എന്നെ എന്റെ മക്കളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ നീ നിന്റെ മക്കൾ ഇത്രയും ജീവിച്ചത് വായു ഭക്ഷിച്ചിട്ടാണോടി? നിന്നെയും പിള്ളേരെയും കണ്ട് ആരെങ്കിലും പറയോ നിങ്ങളുടെ പട്ടിണിയാണെന്ന്? എടി, ഞാൻ പോയാൽ നിനക്ക് കുറ്റപ്പെടുത്താനും പ്രാകാനും ഒരാളില്ലാതാവും. അത്രേ ഉള്ളൂ. നിനക്കും മക്കൾക്കും വേണ്ടത് മുടങ്ങാതെ ഇവിടെ എത്തിയിരിക്കും. ഈ ശേഖരനാ പറയുന്നത്. ഇത് എന്നോട് മാത്രം പറഞ്ഞ പോരാ, കൊടുക്കാനുള്ള കടക്കാരോട് കൂടി പറഞ്ഞിട്ട് പോണം. ഇല്ലെങ്കിലേ നാളെ മുതൽ കാശ് ചോദിച്ചാൽ അവർ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അതല്ലേടി ഞാൻ പറഞ്ഞത്. ഒരു മാസം നീ എങ്ങനെയെങ്കിലും പിള്ളേരെ വഴി പിടിച്ചിരിക്കണമെന്ന്. അതിനുള്ള തണ്ടും തടിയൊക്കെ നിനക്കുണ്ടല്ലോ. ദേ മനുഷ്യ, ഓ വാ മോനെ. അവിടെ നിക്കേ. അതെ, ദേ ഇവനോട് കൊണ്ടുപോയിക്കോ. എന്റെ തണ്ടും തടിയും ഞാൻ എന്റെ ഈ 2 പിള്ളേർക്ക് വേണ്ടി പണയം വെച്ചോളാം. എന്നെ വെറുത്താലും നീ ഇവനെ വെറുക്കണ്ട സുശീലെ. നിന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് ഇവനാ. അമ്മയെ നിന്റെ കൂടപ്പിറപ്പുകളെ ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കൊച്ചു പയ്യനാണെങ്കിലും കാര്യപ്രാപ്തി ഉള്ളവനാ ഇന്ദ്രൻ. മോനെ ഇന്ദ്ര, അച്ഛൻ തിരിച്ചു വരുന്നതുവരെ അമ്മയെ നിന്റെ കൂടപ്പിറപ്പുകളെ നീ നോക്കണം. നോക്കില്ലേടാ? നോക്കാം. നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ശേഖരൻ പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കും. പോട്ടെ മോനെ.